അക്ഷരലോകത്തേക്ക് ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുത്ത സർഗതനായ എഴുത്തുകാരനാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. ഇതോട് വളരെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുകയും ഒരു ഗുരുതുല്യനായി കാണുകയൊക്കെ ചെയ്ത കേരളത്തിൽ ദൂരദർശൻ കൊണ്ടുവന്ന ആദ്യകാല ഡയറക്ടർ കൂടിയായ ദൂരദർശൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി വിരമിച്ച ശ്രീ കെ കുഞ്ഞികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എം ഡിയെ വളരെ അടുത്തറിയാൻ അങ്ങേക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാം സങ്കടപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കടന്നു പോയിരിക്കുന്നു. ഈ അവസരത്തിൽ അങ്ങേക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയധികം ദുഃഖം. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഏറ്റവും അടുത്ത വ്യക്തിയെയാണ് നഷ്ടപ്പെട്ടത്. കുടുംബത്തിന് അദ്ദേഹം കാരണവരായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ വളരെ അടുപ്പമുള്ള ഒരു സ്വന്തം സഹോദരൻ, ഫിലോസഫർ, ഗൈഡ്, വഴികാട്ടി. എങ്ങനെ എനിക്ക് സങ്കടം പറയാൻ പറ്റും? അത്രയും വിഷമമുണ്ട്. കഴിഞ്ഞ അദ്ദേഹം അവശനായി മകളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഞങ്ങൾ പോയിരുന്നു അദ്ദേഹവുമായി. അപ്പോൾ തന്നെയും വേണ്ട നിലയിലുള്ള സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. വളരെ നേർത്ത ശബ്ദം. ആളുകളെ തിരിച്ചറിയുമെന്ന് സംശയമാണെന്ന് അശ്വതി പറഞ്ഞു. പക്ഷേ ഞങ്ങളെ തിരിച്ചറിഞ്ഞു. വളരെ ദുർബലമായ ശബ്ദത്തിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കഴിഞ്ഞ ഞായറാഴ്ച ഇതുണ്ടായപ്പോൾ ഹൃദയാഘാതം വന്നു. മദ്രാസിലായിരുന്ന അശ്വതി മടങ്ങിയെത്തുകയാണ് എന്ന് എന്നെ അറിയിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ കുടുംബാംഗങ്ങളുമായി മകൾ അശ്വതിയായിട്ടും മരുമകൻ സതീശനുമായിട്ടും ഒക്കെ ഏകദേശം മണിക്കൂറുകളിൽ ഓരോ മണിക്കൂറിലും സംസാരിച്ചുകൊണ്ടിരുന്നു. ആരോഗ്യനില കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ മോശമായിരുന്നു. അദ്ദേഹം അങ്ങനെ കഷ്ടപ്പെടരുത്. അവസാനം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടൊക്കെ അവസാനിച്ചു. ലോകത്തിന് മുഴുവനും, കേരളത്തിന് മാത്രമല്ല, അദ്ദേഹം പുറത്തൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു. എന്നെ സംബന്ധിച്ചും എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും ഇത്രയും സങ്കടം വേറെ ഒരാൾ പോയിട്ട് ഉണ്ടായി എന്നെനിക്ക് പറയാൻ പറ്റില്ല. അത്രയധികം വാക്കുകൾക്ക് അതീതമായ സങ്കടം. വിദേശത്തുള്ള 2 മക്കളും വിളിച്ച് ചോദിച്ചു. എനിക്ക് നാളെ എവിടെ എത്താൻ യാതൊരു മാർഗവും കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് പോയത്. അങ്ങയുടെ ജീവിത പന്ഥാവിലൊക്കെ വളരെ അടുപ്പമുള്ള 2 എഴുത്തുകാരോട് വളരെ ബന്ധപ്പെട്ട് നടക്കാൻ അങ്ങേ കഴിഞ്ഞു. അതിലൊരാൾ എം ഡി വാസുദേവൻ നായരും ഒരാൾ അക്കിത്തവുമായിരുന്നു. അപ്പോൾ ഇവരുടെ സൗഹൃദത്തിനുമൊക്കെ അങ്ങ് പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട് എന്നെനിക്കറിയാം. ഒരുപക്ഷെ എം ഡിയോട് വലിയ സ്വാതന്ത്ര്യം വെച്ച് പുലർത്തിയ ഒരാളായിരുന്നു അക്കിത്തത്തിനോട് വല്ലാത്ത ബന്ധം. ഇപ്പോൾ ശോഭന പരമേശ്വരൻ നായരുമായി ഉള്ളതെന്നൊക്കെ പറയുന്ന പോലെ വളരെ സ്വാതന്ത്ര്യത്തോടുള്ള ഒരു ബന്ധം എം ഡിക്ക് ഉണ്ടായിരുന്നു. ആ കാലത്തെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് സ്മരിക്കുക? 1970 അക്കിത്തവും എം ടിയുമായി കുറേ സമയം ഒരുമിച്ച് ചെലവാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അക്കിത്തത്തിന്റെ വീട്ടിൽ പോയി ചെറുപ്പകാലത്ത് പുസ്തകങ്ങൾ വാങ്ങുന്നതും പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതും അക്കിത്തത്തിന്റെ മനയുമായുള്ള അടുത്ത ബന്ധം, അക്കിത്തത്തിന്റെ അനിയനുമായിട്ടുള്ള സൗഹൃദം, ഇതൊക്കെ പറയാറുണ്ടായിരുന്നു. ഒരു എം ടിയും ഞാനുമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വടക്കൻ രണ്ടാമൂഴം എഴുതുന്നതിന് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. കണക്കറ്റ പുസ്തകങ്ങൾ. ഇത്രയധികം വായിച്ച് പഠിച്ച് ആഴത്തിൽ മനസ്സിലാക്കി പുസ്തകങ്ങൾ എഴുതുന്ന ഒരു ഗ്രന്ഥകാരനെ എനിക്ക് പറയാൻ പറ്റില്ല. അത് മറ്റ് എത്ര ആളുകൾക്ക്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കോ അവർക്കോ അറിയും തോന്നില്ല. അപ്പോൾ പുസ്തകങ്ങൾ വേണ്ടപ്പോൾ എനിക്കൊരു ലിസ്റ്റ് അയക്കും. അദ്ദേഹം മദ്രാസിൽ വളരെ കൂടെ വരാറുണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളെ എല്ലാവരെയും കൂട്ടി എം ടി വീട്ടിൽ വന്ന ഉടനെ കുട്ടികൾക്ക് വലിയ ഉത്സാഹമാണ്. ഉടനെ വലിയൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, കുട്ടികളോട് തമാശ പറയും, ചിരിക്കും, കളിക്കും. എൻ്റെ ചെറിയ മകനെ കണ്ടാൽ അതുപോലെയാണ്, ഞാൻ ഇവനെ പോലെ ആയിരുന്നു ചെറുപ്പകാലത്ത് എന്ന് പറയുമായിരുന്നു. അവനായിരുന്നു സത്യത്തിൽ ഒരു തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയപ്പോഴും എം ടിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ജി എൻ പണിക്കരായിരുന്നു അന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ.
അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മരുമകൻ തിരുവനന്തപുരത്തുണ്ട്, മരുമകൻ നമ്മുടെ നാട്ടിൽ പറയുന്നത്, അവൻ വന്നിട്ട് എനിക്ക് വേണ്ടി അവാർഡ് വാങ്ങും എന്ന് പറഞ്ഞ് എം ടിയുടെ അവാർഡ് എൻ്റെ ചെറിയ മകൻ വിശ്വനാഥനായിരുന്നു വാങ്ങിയത്. അപ്പൊ ഞാൻ പുസ്തകങ്ങളുടെ കാര്യമായിരുന്നു പറഞ്ഞത്. പല പുസ്തകങ്ങളും അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ പുസ്തകങ്ങളും തന്നിട്ടുണ്ട്. ഈ രണ്ടാമൂഴം എഴുതാൻ വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റി. അത് കൂടാതെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം വാരാണസി എഴുതാൻ വാരാണസിയിൽ പോകണം, അവിടെ ആരെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സഹപ്രവർത്തകൻ, ഒരു സാഹിത്യകാരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ സ്റ്റേഷന്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, എം ടി വരുന്നുണ്ട്, വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പൊ ഒരാഴ്ചയോളം വാരാണസിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആചാര്യ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, എം ടി അധികം വർത്തമാനമൊന്നും പറയില്ല, അതുകൊണ്ട് ഒന്നും ഇതാണെന്ന് വിചാരിക്കരുത്. പക്ഷെ എം ടി മടങ്ങി വന്നു, ഡൽഹിയിൽ വന്ന് അവിടുന്നാണ് പോയത്. അപ്പൊ ആചാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ സാർ എങ്ങനെ പറഞ്ഞു എം ടി ഇങ്ങനെ വർത്തമാനം. അദ്ദേഹം ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഒരു മഹാപണ്ഡിതൻ. നമ്മുടെ അദ്ദേഹം ഇന്ത്യയിലാണ് എഴുതുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ആളുകളെ അറിയാവുന്നു. അവരെക്കാളൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി, ലോക സാഹിത്യം കലക്കി കുടിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് താങ്കൾ എന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ആ നിലയിൽ പോലും എം ടിയോട് അത്തരം ആളുകൾക്ക് ബഹുമാനം ഉണ്ടായിരുന്നു. പുസ്തകം മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിന് ഏത് ക്രൈസിസ് വന്നാലും, എൻ്റെ 2 മക്കളും പഠിക്കാൻ പോകുമ്പോൾ എം ടി ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചിരുന്നു. അത് ഒന്നും പറഞ്ഞാൽ തീരുന്നൊരു കാര്യമല്ല. അത്രയും വലിയ അടുപ്പം എനിക്ക് വേറെ ഒരു സാഹിത്യകാരനുമായിട്ടും, സാഹിത്യമല്ല അതിലും അപ്പുറമുള്ള അടുപ്പം എം ടി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു കുഞ്ഞുഷി സാർ. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന് അങ്ങയുടെ വിഷമവും വേദനയും നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ തലമുറയ്ക്കൊക്കെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം എം ഡി ജീവിച്ച അതേ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് എഴുത്തുകാരുണ്ട്. അദ്ദേഹം മാതൃഭൂമിയിലേക്ക് കൈപിടിച്ച് നടത്തിയ ആളുകൾ. മാതൃഭൂമി വാരികയിൽ ഒരു കഥ എന്ന് അച്ചടിച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. മാത്രവുമല്ല, എം ഡിയുടെ ഒരു കത്ത് കിട്ടുക, അതല്ലെങ്കിൽ എം ഡി കഥ സെലക്ട് ചെയ്യുക. അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചാൽ, അദ്ദേഹം മാതൃഭൂമി വാരിക കൈകാര്യം ചെയ്യുന്ന കാലത്ത് കഥകളൊക്കെ അദ്ദേഹം നേരിട്ട് തിരഞ്ഞെടുത്തിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം സഹായിക്കാനൊക്കെ ഒരുപാട് ആളുകൾ മാതൃഭൂമിയിൽ അന്ന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം തന്നെ കഥകൾ വായിക്കുക, അദ്ദേഹം തന്നെ വിലയിരുത്തുക, അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുക, അദ്ദേഹം തന്നെ കത്തിലൂടെ, വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ആണെങ്കിൽ പോലും പല എഴുത്തുകാർക്കും ആദ്യ ചുവടുവയ്പ് മാതൃഭൂമിയിൽ നടത്താൻ കഴിഞ്ഞത് എം ഡിയുടെ കാലത്താണ്.